നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭാര്യ കണ്ട പുരുഷന്റെ കൂടെ ഒളിച്ചോടി എന്ന വാർത്ത കാട്ടുതീ പോലെ ഈ നാട്ടിലങ്ങ് പടരും. ഇവൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? മതി ഇവളെ പരിഹസിച്ചത്. എന്താ ഇന്ദ്രജ പറഞ്ഞത് ന്യായമല്ലേ? എന്റെ മോന്റെ ജീവിതം തകർത്തത് ഈ മഹാപാവിയ. എന്താടി നിനക്ക് തോന്നുന്നുണ്ടോ? നീ കെട്ടിയ ചരടിൽ ചലിക്കുന്ന പാവയല്ല ഈ മീനാക്ഷി. അതോ നീയും കൂടി ചേർന്നാണോ നിന്റെ വളർത്തു മകനോട് ഈ ചതി ചെയ്തത്? അത് ചെയ്യാനും ഇവള് മടിക്കില്ലേ? എനിക്ക് സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ ഇവളും ഉണ്ടോന്ന്. എന്തെയും കൈമളേട്ടാ? എനിക്കറിയില്ല രാജലക്ഷ്മി. അപമാനം, വല്ലാത്ത നാണക്കേട്. വിഷമിക്കുന്നുണ്ടോ? വിഷമിക്കണം. ഇവളെ ഇങ്ങ് തന്നേക്കാൻ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാ. അപ്പതേ ഇവളുടെ വാക്കായിരുന്നു നിങ്ങൾക്ക് പ്രധാനം. സഹതാപ തരംഗത്താൽ ഇവളെ രാജലക്ഷ്മി അമ്മ ദത്തെടുക്കുന്നു. നന്ദിനി എന്നോടുള്ള പക വീട്ടാൻ മീനാക്ഷി ദത്തെടുക്കുന്നു. ദത്ത് കുടുംബം. എന്നിട്ടിപ്പോ എന്തായി? തകർത്തില്ലേ ദത്തുപുത്രികൾ ഈ ചെമ്പകമംഗലം? ഈ ചെക്കന്റെ ജീവിതമാകെ തകർന്നു പോയില്ലേ? ഇനി എത്ര തേച്ചാലും കുളിച്ചാലും മാറോ ഇവന്റെ മേൽ വന്നു പതിച്ച ഈ അപമാനം? ഇവൻ ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഈ കുട്ടിയെ വളർത്തും? അമ്മയില്ലാത്തൊരു കുഞ്ഞായി ഇതിന് വളരേണ്ടി വരില്ലേ? ഇതിനൊക്കെ കാരണക്കാരിയായി ഒരുത്തി ഇവിടെ നിൽക്കുക. ഇവക്ക് മാപ്പ് കൊടുത്ത് വിട്ടയക്കാൻ ഈ സാവിത്രി അനുവദിക്കില്ല. നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവളെ ഞാൻ കൈകാര്യം ചെയ്യും. ഇവളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതായിരിക്കും ഇവള് മൈഥിലി ഓതി ഓതി ആ വൈശാഖന്റെ കൂടെ പറഞ്ഞയച്ചത്. ഇവന്റെ ഉറക്കത്തിൽ പോലും ഇവനെ വഞ്ചിച്ചവളാ മൈഥിലി. ആ മൈഥിലിക്ക് അതിനുള്ള ധൈര്യം പകർന്നത് ഇവളാ. ഇവൾ ഒറ്റ ഒരുത്തി. അച്ഛനും അമ്മ എന്താ മിണ്ടാ നിൽക്കുന്നത്? എടുക്ക് ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം. ഇവളുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം എടുക്കുന്നത് അവരാരുമല്ല, ഞാൻ. മോനെ അരുത്. ആരും എന്നെ തടയാൻ ശ്രമിക്കരുത്. ഞാൻ അനുസരിക്കില്ല. എന്റെ കുഞ്ഞിന്റെയും ജീവിതം നശിപ്പിച്ചവളാ ഇവള്. എന്റെ കുടുംബം തകർത്ത മഹാപാപി. അതിനുള്ള ശിക്ഷ ഇവൾ അനുഭവിച്ചേ പറ്റൂ. ഇനി അങ്ങോട്ടുള്ള ഇവളുടെ ജീവിതം ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ്.
ജീവപര്യന്തം തടവ്. ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇവൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം പോലും ഞാൻ കൊടുക്കില്ല. എന്റെ നീതി നിയമവും ഞാൻ ഒറ്റയ്ക്ക് നടപ്പാക്കും. എന്റെ അന്തസ്സും അഭിമാനവും തകർത്ത് എന്റെ മുഖത്ത് കരിവാരിത്തേച്ച ഇവള് ഞാൻ ഒരുക്കുന്ന തടവറയിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. മോനെ അരുത്. മോനെ മോനെ വേണ്ട. മോനെ വേണ്ട, പറയുന്ന കേക്ക്. മോനെ കാർത്തി, കാച്ചി മോനെ, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ആരുടെ വാക്ക് ഞാനിപ്പോ കേൾക്കില്ല. മുഹൂർത്തമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ രാഹുകാല. ഞാൻ ഇവളുടെ കഴുത്തിലെ താലി കെട്ടുന്നത് ഇവള് എന്റെ ഭാര്യയാക്കാനൊന്നും അല്ല, എന്റെ അടിമയാക്കാനാണ്. കാർത്തി, ശ്ശോ. മാത്രമല്ല, ഇവളാ എന്റെ കുഞ്ഞിന്റെ അമ്മയെ നഷ്ടപ്പെടുത്തിയത്. പകരം ഇവളെന്റെ കുഞ്ഞിന്റെ അമ്മയാവട്ടെ. അയ്യോ, വേണ്ട, കാർത്തി, കാർത്തി. അയ്യോ വേണ്ട. കാർത്തിക്, ഇറങ്ങി വാടി ഇങ്ങോട്ട്. വരാൻ. ഇങ്ങ് താ എന്റെ കുഞ്ഞിനെ. മോനെ തരാൻ. പിടിക്കടി കുഞ്ഞിനെ. പിടിക്കാൻ. ഇന്നു മുതൽ ഈ കുഞ്ഞിന്റെ അമ്മ നീ ആയിരിക്കും. നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.